ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണേ. റീസെന്റ് കേരള ഗവൺമെന്റ് അനൗൺസ് ചെയ്ത പ്രവാസി ഹെൽത്ത് കെയർ, അത് ഹെൽത്ത് കെയർ ഇൻഷുറൻസിനെ കേട്ടവരെല്ലാവരും ഉണ്ടാവും. സെപ്റ്റംബർ 22 കേരള ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ഇറക്കിയത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കേരള ഗവൺമെന്റിന്റെ പ്രവാസി ഹെൽത്ത് കെയർ എന്ന പ്രവാസി ഇൻഷുറൻസ് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ, അതായത് അന്യ സംസ്ഥാനത്തുള്ളവരും അതുപോലെ തന്നെ ഓവർസീസിലുള്ള അബ്രോഡിലുള്ള മലയാളികൾക്കും വേണ്ടിയിട്ടാണ് ഉള്ളത്. അതായത് നമുക്ക് അതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന് 5 ലക്ഷം വരെ, അതുപോലെ തന്നെ ആക്സിഡന്റ് ഇൻഷുറൻസ് ആയിട്ട് 10 ലക്ഷം വരെ നമുക്ക് കിട്ടും. എന്നാൽ അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോർക്ക കാർഡ് ഹോൾഡർ ആയിരിക്കണം. നോർക്കയുടെ ഇതിന് മുന്നേ പ്രവാസികൾ കിട്ടിയ ഒരു ഹെൽപ്പ് ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഞാനടക്കം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതായത് കോവിഡ് സമയത്ത് നാട്ടിൽ ബാക്കിയ ഓരോ മലയാളിക്കും 5,000 രൂപ വീതം നമുക്ക് കിട്ടിയത് നോർക്കയിലൂടെ ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് നോർക്കയുടെ മെമ്പർഷിപ്പാണ്. നോർക്ക മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇത് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്കും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 8,100 റുപ്പീസ് ആണ് ഇതിന്റെ മെമ്പർഷിപ്പിന് നമുക്ക് അടക്കേണ്ട ഫീസ്. അതേപോലെ തന്നെ നമ്മൾ ഫാമിലി ആണെങ്കിൽ 13,000 പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഈ 14,000-ന് ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾ ഇൻക്ലൂഡ് ആവും. എഡീഷണൽ ആയിട്ട് വേറെ മക്കളും കൂടി ചേർക്കണമെങ്കിൽ, വേറെ ആൾക്കാരും കൂടി ചേർക്കണമെങ്കിൽ വീണ്ടും നമ്മൾ 4,000 രൂപ അടക്കേണ്ടതാണ്. അതേപോലെ തന്നെ സെപ്റ്റംബർ 22, 2025 മുതൽ ഒക്ടോബർ 22, 2025 വരെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ടൈം ഓപ്പൺ ആവുന്നത്. അതേപോലെ തന്നെ നവംബർ 1 മുതൽ ഇത് നമുക്ക് ആപ്ലിക്കേബിൾ ആവും. വേറൊരു കാര്യം, ഇതിൽ നമുക്ക് ഓൺകോളജി അതേപോലെ തന്നെ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസും ഇൻക്ലൂഡ് ആവുന്ന ഒരു പദ്ധതിയും കൂടി ആയിരിക്കും. ഒരുപാട് പേർക്ക് അതും ഒരു വലിയ കൺസേൺ ആയിട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ അറൌണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് 14,000 പ്ലസ് ഹോസ്പിറ്റൽസിൽ ഇത് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹെൽപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കേരളത്തിൽ അറൌണ്ട് 400 പ്ലസ് ഹോസ്പിറ്റൽസ് ആണ് കേരളത്തിലുള്ളത്. 14 ജില്ലകളിലായിട്ട് 400-ൽ പരം ഹോസ്പിറ്റൽസിൽ നമുക്ക് ഈ സേവനം ലഭ്യമാവുന്നതായിരിക്കും. മറുവശത്ത് നോക്കുകയാണെങ്കിൽ എന്റെ ജില്ലയായ കാസർഗോഡ് തന്നെ 13 പ്ലസ് ഹോസ്പിറ്റലിൽ ഈ ആനുകൂല്യം ഉണ്ട്. അപ്പൊ നോർക്ക രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണുള്ളത്. ഇനി രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നോർക്കന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ വെബ്സൈറ്റിലൂടെ കൊടുക്കാം. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ പ്രവാസി കെയർ എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് നമ്മൾ ID നമ്പർ ചോദിക്കും. നോർക്ക ID ആണ് അവർ ചോദിക്കുന്നത്. നോർക്ക ID കൊടുത്തതിന് ശേഷം നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാന്റ്ലി ആവുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം.